3 സെക്കൻഡ് അറ്റൻഷൻ സ്പാനിൽ എന്ത് സംഭവിക്കും? ഓരോ ഇൻസ്റ്റന്റ് നമ്മുടെ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഒരു പ്ലോട്ട് എടുത്താൽ ശരിക്കും ഒരു അക്കോസ്റ്റിക് സിഗ്നലൊക്കെ പോലെ ഉണ്ടാവും. നമ്മുടെ സമയം കൂടുതൽ പോകുന്നത് ഏതിൽ എന്ന് നമ്മൾ നന്നായി ആലോചിക്കേണ്ടതുണ്ട്. ഇത് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ പോലും സോഷ്യൽ മീഡിയയിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ കേട്ടു പോകുമ്പോൾ ജസ്റ്റ് എ പോസ്, ഒന്നിരുന്ന് ആലോചിക്കണം. വാട്ട് ഐ എം ഡൂയിങ് നൗ, ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്? സമയമാണ് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അവിടെ നടക്കുന്നത് എന്തൊക്കെയോ സംഭവമാണെന്ന് വിചാരിച്ചിട്ട് ഇവിടുന്ന് കൊറിയക്ക് പോവാണ്, ജപ്പാനിലേക്ക് പോവാണ്. കാരണം ഇവിടെ ഉള്ളതിനെക്കുറിച്ച് അവർക്കറിയില്ല. തീർച്ചയാണ് ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നതിലൂടെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റും. SSF എറണാകുളം സാഹിത്യോത്സവിൻ്റെ ഇത്തവണത്തെ തീം ചർച്ച ചെയ്യുന്നത് റാപ്പിഡ് റെലം എന്നൊരാശയത്തെക്കുറിച്ചാണ്. ഈ ഒരു ആശയത്തിലേക്ക് എത്താണ്ടായ പ്രധാനമായൊരു കാരണം എറണാകുളം പോലെയുള്ളൊരു നഗരത്തിൽ ഇന്ന് എല്ലാം വിരൽത്തുമ്പിൽ അവൈലബിൾ ആണ്. പ്രത്യേകിച്ചും എന്ത് സേവനമാണെങ്കിലും, ഭക്ഷണം, അതുപോലെ പർച്ചേസിങ് ആണെങ്കിലും ട്രാവലിംഗ് ആണെങ്കിലും എല്ലാം സെക്കൻഡുകൾക്കും മിനിറ്റുകൾക്കും ഉള്ളിൽ അവൈലബിൾ ആണ്. ഇത് ഒരു തലത്തിൽ പറഞ്ഞാൽ ഇത് വളരെ പോസിറ്റീവായിട്ട് തന്നെ സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരുന്നു എന്നുള്ളതാണ്. ടെക്നോളജിയെ വളരെ ഫാസ്റ്റായി തന്നെ മനുഷ്യർ അഡോപ്റ്റ് ചെയ്യുന്നു. ഇതുമൂലം ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കുന്നു. ജോലി അവസരങ്ങളാണെങ്കിലും ഇൻഫോർമേഷൻസ് ആണെങ്കിലും എല്ലാം പെട്ടെന്ന് തന്നെ ലഭ്യമാകുന്നു എന്നുള്ളൊരു പോസിറ്റീവ് സൈഡ് ഇതിൻ്റെ പുറത്തുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ടെക്നോളജി പോസിറ്റീവായി ഉപയോഗിക്കാം. ഏത് ഇൻഫർമേഷനും ഏത് ടെക്നോളജിയും ഉപയോഗിക്കുന്നത് പോലെയാണ് അതിൻ്റെ ഇമ്പാക്റ്റ് സമൂഹത്തിൽ ഉണ്ടാകുക. ഉപയോഗത്തിൻ്റെ തോതനുസരിച്ച്, ഫ്രീക്വൻസി അനുസരിച്ച്, എക്സ്റ്റെൻഡ് അനുസരിച്ച് അതിൻ്റെ റിസൾട്ടുകളിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പം വാഹനം ഉപയോഗിക്കുന്നു. വാഹനം ഒരു ഘട്ടത്തിൽ ഡൽഹിയിൽ നമ്മൾ വാഹനത്തിന് കൺട്രോൾ വരുത്തേണ്ട ഒരവസ്ഥ ഉണ്ടായി പൊല്യൂഷൻ കാരണത്താൽ. സമൂഹത്തിൽ ഈസിനെസ് ഉണ്ടാക്കുന്നു എന്നതുകൊണ്ട് മാത്രം ടെക്നോളജിയെ എല്ലായിടത്തും അഡോപ്റ്റ് ചെയ്യരുത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഒരു ടെക്നോളജി സമൂഹത്തിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ അനലൈസ് ചെയ്ത് അതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റും നെഗറ്റീവ് ഇമ്പാക്റ്റും മനസ്സിലാക്കി സമൂഹത്തിന് അതിൻ്റെ ഉപയോഗത്തിലൊരു മിതത്വം എന്തായാലും ആവശ്യമായി വരും. പലപ്പോഴും അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റുകളെക്കുറിച്ച് തിരിച്ചറിയാൻ നമ്മൾ വൈകുന്നു എന്നതുകൊണ്ടാണ് റാപ്പിഡ് ബ്രേക്ക് ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോൾ പൊല്യൂഷൻ കാരണം ഗ്ലോബലി ഉണ്ടാകുന്ന എൻവയോൺമെൻ്റൽ ഇമ്പാക്റ്റുകളെക്കുറിച്ച് നമുക്ക് നേരത്തെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മളതിൻ്റെ യൂട്ടിലൈസേഷൻ കുറയ്ക്കുമായിരുന്നു. പക്ഷെ ഒരു ഘട്ടത്തിൽ അതിൻ്റെ ഉപയോഗം കുറച്ച് കൂടുതലാവുകയും പെട്ടെന്ന് നമ്മൾ റാപ്പിഡ് ബ്രേക്ക് ചെയ്യേണ്ടി വരികയും ചെയ്യുന്നു. ഇത് ടെക്നോളജിയിൽ മാത്രമല്ല ഏത് തരം മാറ്റങ്ങളിലും നമുക്കിത് ദൃശ്യമാവും. മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ നാനാതലത്തിലുള്ള ഇമ്പാക്റ്റുകളെക്കുറിച്ച് ബോധമുണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതിനെക്കുറിച്ച് അന്വേഷിക്കുക. ഇപ്പോൾ സൂചിപ്പിച്ച കുറേ ടെക്നോളജിക്കൽ ഗ്രോത്തിൻ്റെ ഉപയോഗങ്ങൾ, ഇപ്പോൾ ഓൺട്രപ്രണർഷിപ്പ്, വിദ്യാർത്ഥികളടക്കം പുതിയ സംരംഭങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന സമയമാണ്. അപ്പോൾ അവരുടെ ചിന്തകൾ പലയിടത്തേക്കും പോയതിൻ്റെ ഫലമായിട്ടാണ് റാപ്പിഡോ പോലെ, അതേപോലെ കുറച്ച് മുമ്പാണെങ്കിൽ യൂബർ അടക്കമുള്ള, സൊമാറ്റോ അടക്കമുള്ള സംവിധാനങ്ങൾ വരുന്നത്. അത് ലൈഫിനെ കുറച്ചുകൂടി എളുപ്പമാക്കി എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആ സമയത്ത് കേവലം ലൈഫ് എളുപ്പമാവുക മാത്രമാണോ ചെയ്യുന്നത്? അല്ല, അതിന് മറ്റ് ഇമ്പാക്റ്റുകൾ ഉണ്ടോ എന്നതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി നല്ല ഗവേഷണങ്ങൾ നടക്കേണ്ട ഒരു മേഖല കൂടിയാണ്. ആയതിനു ശേഷം നമ്മളതിനെക്കുറിച്ച് ആലോചിക്കുന്നതും കുറച്ചുകൂടി ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ഇവിടെ ഒന്ന് ലൈഫ് സ്റ്റൈലിൽ മാറ്റം ഉണ്ടാവുന്നു, വേ ഓഫ് തോട്ടിൽ മാറ്റം ഉണ്ടാവുന്നു, ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ മാറ്റം ഉണ്ടാവുന്നു. ഈ മാറ്റങ്ങൾ എങ്ങനെയാണ് ഒരു ജനറേഷനിൽ പ്രതിഫലിക്കുക എന്നതിനെക്കുറിച്ച് ഗൗരവത്തിലുള്ള ആലോചനകൾ നടക്കേണ്ടതുണ്ട്. അതിനർത്ഥം ഈ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യണ്ട എന്നതല്ല, അത് നമ്മൾ പിറകോട്ട് വലിക്കലാണ്. വേഗത കൂടുന്നു, ലോകത്തിന് വേഗത കൂടുന്നു. ഈവൻ ഇൻഫർമേഷൻ ഷെയറിങ്ങിൽ പോലും അതിവേഗത്തിൽ ലോകം മുന്നോട്ട് പോകുന്നു. അതിനെ യൂട്ടിലൈസ് ചെയ്യണം. പക്ഷെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ആ വേഗത്തോടൊപ്പം സഞ്ചരിക്കുന്ന സമയത്ത് തന്നെ ആ സംഭവിക്കാൻ സാധ്യതയുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട്
അതിൻ്റെ വേഗത കുറയ്ക്കേണ്ടതാണ് അനിവാര്യമെങ്കിൽ വേഗത ചിലപ്പോൾ കുറയ്ക്കേണ്ടി വരും. അതേസമയത്ത് ആൾട്ടർനേറ്റീവ് സൊല്യൂഷനുകളെ കുറിച്ചാണ് ആലോചിക്കേണ്ടതെങ്കിൽ ഇതേ വേഗതയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ലോകത്തോടൊപ്പം സഞ്ചരിച്ച് നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ നമുക്ക് ഇല്ലാതെയാക്കാൻ പറ്റുമോ എന്ന ആലോചന അതും പ്രസക്തമാണ്. ചുരുക്കി പറഞ്ഞാൽ ടെക്നോളജി എന്നതിനെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോൾ തന്നെയും അതിനെക്കുറിച്ചുള്ള ഗൗരവത്തിലുള്ള ആലോചനകൾ നമ്മൾ നടത്തേണ്ടി വരും എന്നതാണ്. ഇതിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഈ ChatGPT പോലെയുള്ള ക്ലൗഡ്, അതുപോലെ ജെമിനി പോലെയുള്ള AI ടൂൾസ് ഇപ്പോഴത്തെ ജനറേഷൻ യൂസ് ചെയ്യുന്നത് കേവലം ഒരു എന്താ പറയുക, സെർച്ച് എൻജിൻ പോലെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇൻഫർമേഷൻ അവൈലബിൾ ആകുന്നു എന്നുള്ളത്. പ്രത്യേകിച്ച് സ്റ്റുഡൻസിനാണെങ്കിലും പ്രൊഫഷണൽസിനാണെങ്കിലും പെട്ടെന്ന് ഇൻഫർമേഷൻസ് അവൈലബിൾ ആകുന്നു. ഇതിൻ്റെ മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ ഈ ഇൻഫർമേഷൻസ് അങ്ങനെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളൊരു നെഗറ്റീവ് സൈഡ് കൂടിയുണ്ട്. ഇത് തരുന്ന ഡാറ്റ ഇവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കും ചിലപ്പോൾ ഇവർ നമുക്ക് റിസൾട്ടായിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ തരിക. ഇത് ഡിസിഷൻ മേക്കിങ്ങിലേക്ക് കൊണ്ടുപോയാലുള്ളൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ഏത് ഇൻഫർമേഷനും അതെ അതിൻ്റെ സോഴ്സ് മനസ്സിലാക്കിയിട്ടേ അതിനെ അനലൈസ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ കണ്ടൻറ് ക്രിയേറ്റേഴ്സിൻ്റെ ഒരു ലോകമാണ്. അതൊരു ജോബായി അല്ലെങ്കിൽ പ്രൊഫഷനായി സ്വീകരിക്കുന്നു. അവരെവിടെ നിന്നാണ് ഈ കണ്ടൻറ് എടുക്കുന്നത്? നിങ്ങൾ പറഞ്ഞ പോലെ ജെമിനൈയോ അല്ലെങ്കിൽ ChatGPT പോലെയുള്ള സോഷ്യൽ മീഡിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് അവർ കണ്ടൻറ് എടുക്കുന്നു. എവിടെ നിന്നാണ് ഈ AI സിസ്റ്റങ്ങൾ കണ്ടൻറ് എടുക്കുന്നത്? ആ സോഴ്സിൻ്റെ റിലയബിലിറ്റി എത്രത്തോളമാണ്? എപ്പോഴും നമ്മളൊരു ഇൻഫർമേഷൻ അനലൈസ് ചെയ്യുമ്പോൾ സോഴ്സിൻ്റെ റിലയബിലിറ്റി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ആ റിലയബിലിറ്റിയെക്കുറിച്ച് ആലോചിക്കാതെ ഇതിനെ ഇപ്പം ജനറേറ്റീവ് AI കൂടി ആയതുകൊണ്ട് കാൽപ്പനികമായി AI ചിലപ്പോൾ ഇൻസിഡൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യും. നമുക്ക് വേണ്ട ഇൻസിഡൻറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് തരും. US ഒരു കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്ത ഒരു കേസ്, അപ്പോൾ വക്കീൽ കേസ് നമ്പറൊക്കെ വെച്ചുകൊണ്ട് കോർട്ടിൽ കേസ് പ്രൊഡ്യൂസ് ചെയ്ത സമയത്ത് അങ്ങനെ ഒരു കേസില്ല. അത് AI ജനറേറ്റ് ചെയ്ത കേസാണ്. ഇതെല്ലായിടത്തും നമ്മൾ കാണാണ്, ഇൻക്ലൂഡിങ് സയൻസ്. എല്ലായിടത്തും അതിൻ്റെ ഒരു ജനറേറ്റീവ് സ്വഭാവത്തെ AI എടുക്കുകയും ഇൻഫർമേഷൻ സോഴ്സ് എന്നതിലപ്പുറത്തേക്ക് അതിനെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യുന്നിടത്തേക്ക് AI മാറുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഇതിനെ എടുക്കണം? ശരിക്കും അതൊരു കോഴ്സാണ്, അല്ലെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ, ഇനിയൊരു കാലത്ത് കുട്ടികൾക്ക് ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ്. വേഗത്തിൽ ചോദിക്കുക. അപ്പോൾ സംഭവിക്കുന്ന ഒരു സംഗതി, നമ്മുടെ ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെട്ടുവാണ്. മനുഷ്യന് നൈസർഗികമായുള്ള ആ ഒരു ശേഷിയെ അതിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് പകരം വേഗം നമ്മളതിനെക്കുറിച്ച് ആലോചിച്ച് ശേഷം അതിനെ ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്നുള്ള രൂപത്തിൽ ജെമിനിയെയോ അല്ലെങ്കിൽ മറ്റേ AIയോ സ്വീകരിക്കുകയും അതിൻ്റെ സോഴ്സിനെ കുറിച്ച് അന്വേഷിച്ചറിഞ്ഞ് അതിനെ വീണ്ടും ഡെവലപ്പ് ചെയ്ത് നമ്മൾ അതിനെ ക്രിയേറ്റീവ് ഒരു ഐഡിയ ആക്കി മാറ്റണതിന് പകരം നമ്മൾ ഡയറക്റ്റ് ഞാൻ ഇങ്ങനെ ഒരു കറണ്ട് സിനേറിയോയിലുള്ളത്, എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന നെക്സ്റ്റ് വേ ഫോർവേഡ് എന്ന് AIയോട് ചോദിക്കുന്നിടത്തേക്ക് നമ്മൾ മാറുമ്പോഴാണ് അത് നെഗറ്റീവായി ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ ടെക്നോളജിയെ എങ്ങനെ യൂസ് ചെയ്യണം, ഒരു ജനറേറ്റീവ് AIയെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ ഒരു പക്ഷേ ഇസ്ലാമിക് ഫത്വകളെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ജെമിനി എന്താ ചെയ്യുക? ജെമിനി അവൈലബിൾ ഫത്വകൾ സെർച്ച് ചെയ്തിട്ട് അതിൻ്റേതായ രൂപത്തിൽ ചിലപ്പോൾ ജനറേറ്റീവ് ചെയ്തൊരു ഫത്വയായിരിക്കും നമുക്ക് തരിക. അപ്പോൾ വൈ എന്ന ചോദ്യം അവിടെ ഉണ്ട്. ഏത് സോഴ്സിൽ നിന്ന് ആ ഇൻഫർമേഷൻ വന്നു എന്ന ചോദ്യം അവിടെ ഉണ്ട്. ആ സോഴ്സ് തന്നെ കറക്റ്റായിട്ടാണോ സൈറ്റ് ചെയ്തതെന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായി അറിയുന്ന ഒരാളിൽ നിന്ന് തന്നെ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ വരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അത് ഏതിലും അങ്ങനെ തന്നെയാണ്. ഇന്നിപ്പോൾ യുവാക്കൾ നേരിടുന്ന ഒരു വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് തൊഴിലില്ലായ്മയാണ്. അപ്പോൾ ഈ ഒരു പ്രതിസന്ധിയെ ഈ ഗിഗ് എക്കോണമി എന്ന് പറയുന്ന ഒരു തൊഴിൽ സംവിധാനം വളരെയധികം യൂസ്ഫുള്ളായി ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ ഡെലിവറി ജോബ്സ് അല്ലെങ്കിൽ റൈഡിങ് പ്ലാറ്റ്ഫോമുകൾ, ഇതൊക്കെ ഒരുപാട് തൊഴിലവസരങ്ങൾ നിർമ്മിക്കുന്നുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഇതൊരു സ്ഥിര വരുമാനത്തിലേക്കോ അല്ലെങ്കിൽ ഒരു കറക്റ്റ് സോഴ്സ് ഓഫ് ഇൻകം ആക്കുന്നതിലേക്കോ ഇത് സഹായിക്കുന്നുണ്ടെന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പുതിയ ജനറേഷൻ അതിനെ ഒരു സൗകര്യമായി കാണുകയും അവരുടെ കരിയറാണെങ്കിലും കുടുംബമാണെങ്കിലും ഇത്തരം വിഷയങ്ങളിലൊക്കെ ആരോഗ്യമാണെങ്കിലും ഇതിനെ ഒരു 24 hour ജോലി ചെയ്യുന്ന ഒരു ജനറേഷനിലേക്ക് മാറുന്ന ഒരു സംവിധാനം. ഇപ്പോൾ കൊച്ചി പോലെയുള്ള നഗരങ്ങളിൽ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും യുവാക്കൾ വന്ന് അവിടെ ഇതൊരു
കുടുംബം ഇതൊന്നും ഇല്ലാതെ 24 അവർ ജോലി ചെയ്യുന്ന ഒരു സ്ഥിതി കാണാനുണ്ട്. അപ്പോൾ ഈ ഗിഗ് എക്കോണമി എങ്ങനെയാണ് യുവാക്കളിൽ ഒരു ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളൊരു വളരെ പ്രസക്തമായൊരു ചർച്ചയാണത്. കാരണം എല്ലാം ഇപ്പോൾ ഡെവലപ്മെൻറ്റ് നമ്മളെടുത്താൽ സസ്റ്റൈനബിൾ ആയിരിക്കണം എന്ന് നമ്മൾ പറയും. ഇതിനൊരു പെട്ടെന്ന് അവസാനിക്കരുത്. ടൈമാണല്ലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ടൈമിലാണ്. എല്ലാവർക്കും അവൈലബിൾ ആയത് ടൈമാണ്. നമ്മുടെ ഒരു കപ്പാസിറ്റി, അത് ഇൻ്റലക്ച്വൽ ആവട്ടെ ഫിസിക്കൽ ആവട്ടെ, ആ കപ്പാസിറ്റിയെ നമ്മൾ ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എപ്പോഴാണ് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റവും പ്രൊഡക്റ്റീവായ ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് പറയാം? അതിൻ്റെ റിസൾട്ടിലേക്ക് നോക്കിയിട്ടാണ്. റിസൾട്ട് രണ്ട് തരം ഉണ്ടാവും. ഒന്ന് ഇമീഡിയറ്റ് റിസൾട്ട് ഉണ്ടാവും, ഒന്ന് കുറച്ചുകൂടി ലോങ് ടേം ആയിട്ട് നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളുണ്ടാവും, റിസൾട്ടുകളുണ്ടാവും. ഇതിൽ രണ്ടാമത്തതിനെക്കുറിച്ചുള്ള ആലോചനകൾ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. താൽക്കാലികമായ നമ്മുടെ മുന്നോട്ട് പോക്കിന് ആവശ്യമായതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നു. ഇപ്പോൾ എനിക്കെങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവരുടെ മുമ്പിലുള്ള വേ ഫോർവേഡ് എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട ഇടങ്ങളിലേക്കൊക്കെ അവരുടെ ടൈമിനെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്നത് എന്താണ്? അവരുടെ ലൈഫ് സ്റ്റൈലിൽ വലിയ മാറ്റം വരുന്നു. ഈ രാത്രി ഉറങ്ങുക എന്നത് സമ്പൂർണ്ണമായും മാറിയിട്ട് അവരുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ മാറ്റം വരുന്നു. ബയോളജിക്കൽ സൈക്കിളിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തുന്നു. രണ്ടാമത്തെ കാര്യം, ഈ ഇതിൻ്റെ ഒരു എക്കണോമിക് ഇമ്പാക്റ്റ് എന്തായിരിക്കും? അപ്പോൾ കുറച്ചുകൂടി സസ്റ്റൈനബിളായ, കുറച്ചുകൂടി പ്രൊഡക്റ്റീവായ സ്ഥലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട അവരുടെ കപ്പാസിറ്റി, അത് ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ആവാം, അല്ലാത്തതും ആവാം, അതിനെ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു? ശരിക്കും ഇതിനെക്കുറിച്ച് ബോധവാനാവേണ്ടത് ഗവൺമെൻറ്റാണ്. ഒരു സമൂഹത്തിൻ്റെ നെക്സ്റ്റ് ജനറേഷനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവിടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉണ്ടാവണമെങ്കിൽ എവിടെയൊക്കെ നമ്മുടെ പൗരന്മാരുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യപ്പെടണം, മിനിമം ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടേണ്ട ഏരിയകൾ ഏതൊക്കെയാണ്, അവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? അതേസമയം തന്നെ ആ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്ന ആളുകൾക്ക് അതിൻ്റേതായ രൂപത്തിൽ അവരുടെ ലൈഫ് മുന്നോട്ട് പോകണമല്ലോ. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ലൈഫിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് അവരിതിലേക്ക് പോകുന്നത്. ഒരു ലോങ് ടേം ചിന്തകൾ നഷ്ടപ്പെട്ടു പോകുന്നത് ഒരു പക്ഷേ ആ സമയം മുന്നോട്ട് പോകണമല്ലോ. ഇന്ന് ജീവിക്കാതെ എനിക്കെങ്ങനെ നാളെ ജീവിക്കാൻ കഴിയും? അപ്പോൾ ഇന്നത്തെ ജീവിതം വളരെ പ്രധാനമാണ്. നാളെക്കുറിച്ച് ആലോചിക്കാൻ എനിക്ക് ഇന്നത്തെ ടെൻഷനുകൾ ഇല്ലാതിരിക്കണം. അങ്ങനെയാണെങ്കിൽ റിസർച്ച് മേഖലകളിലടക്കം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ആരാണ്? ലോങ് ടേം കോഴ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ആരാണ്? അതിലേക്ക് കുട്ടികൾ വരണമല്ലോ. അപ്പോൾ കുട്ടികൾ അതിലേക്ക് വരാൻ ആവശ്യമായ രൂപത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ആ ലെവലിൽ വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കുകയും ചെയ്യേണ്ടത് ഒരർത്ഥത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അതേപോലെ SSF അടക്കമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ആവശ്യത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. SSFൻ്റെ വെഫി സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. നിങ്ങളുടെ ലൈഫിന് കുറേ കൂടി വിശാലാർത്ഥത്തിലുള്ള മീനിങ് ഉണ്ട് എന്ന് പഠിപ്പിക്കുകയും കുറച്ചുകൂടി നാളെ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു. സമ്പത്തുണ്ടാകുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണ്ണമാകുന്നത് എന്നൊരു മിഥ്യാധാരണയിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. എനിക്ക് മുന്നോട്ട് പോകാനുള്ള ക്യാഷ് വേണം എന്ന് വിചാരിക്കുന്നതും സമ്പത്തുകൾ കുമിഞ്ഞുകൂടണം എന്ന് വിചാരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. മുന്നോട്ട് പോകാൻ സ്വസ്ഥമായിരിക്കാൻ സമ്പത്ത് അനിവാര്യമല്ല. സമ്പത്ത് അതിൻ്റെ ഒരു ഘടകം തന്നെയാണ്. സമ്പത്തില്ലാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷൻ സ്വാഭാവികമായി ഉണ്ടാവും. പക്ഷെ എല്ലാം സമ്പത്തിൽ ആശ്രയിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുകയും അങ്ങനെ അതാണ് ലൈഫിൽ ഹാപ്പിനെസ്, അൾട്ടിമേറ്റ്ലി ഹാപ്പിനെസ് തരുന്നത് എന്ന് വിചാരിക്കുന്നിടത്തേക്ക് അവരെ കൊണ്ടുപോകുന്നു. അതേസമയത്ത് ലഭ്യമായതിൽ സാറ്റിസ്ഫൈഡ് ആവുക. ഇസ്ലാം പറയുന്ന കൺസെപ്റ്റും അത് തന്നെയാണല്ലോ. ലഭ്യമായത് എന്തോ അതിൽ സാറ്റിസ്ഫൈഡ് ആവുക. അങ്ങനെ സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ നിങ്ങൾ മെൻ്റലി ആ കാംനെസ് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ജീവിതത്തിൽ വേണ്ടത് അതാണല്ലോ. സമ്പത്താണോ വേണ്ടത്, വിദ്യാഭ്യാസമാണോ വേണ്ടത്, എന്താണോ വേണ്ടത് എന്ന് ചോദിച്ചാൽ അൾട്ടിമേറ്റ്ലി മനുഷ്യന് വേണ്ടത് കാംനെസ്സാണ്. മനസ്സിന് സ്വസ്ഥമായിരിക്കാൻ കഴിയുക. ആ സ്വസ്ഥതയ്ക്ക് വേണ്ടത് എന്താണ് എന്നതിനെക്കുറിച്ചുകൂടി പുതിയൊരു ജനറേഷനെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് എങ്ങനെ അതിലേക്ക് അവരെത്തിക്കാൻ കഴിയും എന്ന ആലോചന പ്രസക്തമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ സ്വസ്ഥത എന്ന് പറയുന്ന വിഷയത്തിൽ പറയുമ്പോൾ ഇത്രയും സൗകര്യങ്ങളൊക്കെ സെക്കൻഡുകൾക്കടക്കം നമുക്ക് കിട്ടുന്ന ഒരു സംവിധാനം ഇപ്പം ഉണ്ടല്ലോ. മനുഷ്യൻ്റെ സ്വഭാവത്തിലും ചിന്തയിലും ഇപ്പം നമുക്കൊരു പെട്ടെന്നൊരു സംവിധാനം ലഭ്യമായില്ല എന്നുണ്ടെങ്കിൽ അവിടെ വയലൻ്റ് ആകുന്ന ഒരു ജനറേഷനെ നമുക്ക് കാണാം. പല വിഷയങ്ങളും നമ്മളിപ്പോൾ വാർത്തകളിലൊക്കെ കാണുന്നുണ്ട്, സൂയിസൈഡ് പോലുള്ള വിഷയം. അപ്പോൾ ഇത്തരം അല്ലെങ്കിൽ കുട്ടികൾ ഓടിപ്പോകുന്നു, കാണാതാകുന്നു, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ കൂടുതലാണ് ഇപ്പോൾ. അപ്പോൾ കുട്ടികളിലെയും പുതിയ ജനറേഷനിലെയും ഇത്തരം മാനസികമായ ഒരു ഇമോഷൻ കൂടി അവിടെ
കറക്റ്റ് ചെയ്യേണ്ടതുണ്ടെന്നുള്ളതാണ്. അത് മാതാപിതാക്കളും അധ്യാപകരും ഒക്കെ ഈ വിഷയത്തിൽ നല്ല രീതിയിൽ ഇടപെടേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളൊരു ആഗ്രഹിക്കുന്നതൊക്കെ ലഭിക്കുന്നു. യെസ്. ലഭിക്കണം എന്നതാണ് ലൈഫ് എന്ന് വിചാരിക്കുന്നിടത്താണ് ഏറ്റവും വലിയ പ്രശ്നമുള്ളത്. ആഗ്രഹിക്കുന്നതൊക്കെ ലഭിക്കുക എന്നത് അസാധ്യമായൊരു സംഗതിയാണ്. അങ്ങനെ അല്ല ഈ ലോകം ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. കുറേ ആഗ്രഹിക്കുകയും ആഗ്രഹിക്കുന്നതിൽ പലതും ലഭിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന രൂപത്തിലാണ്. ടെക്നോളജിയുടെ ഒരു വികസനം, സമ്പത്ത്, ക്യാഷ് കയ്യിലുണ്ടാവുകയും കൂടി ചെയ്യുന്ന സമയത്ത് വിചാരിച്ചതെല്ലാം വിരൽത്തുമ്പിൽ ലഭിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം വേണമെങ്കിൽ ഭക്ഷണം ലഭിക്കുന്നു, യാത്ര ചെയ്യണമെങ്കിൽ യാത്രാ സൗകര്യം ലഭിക്കുന്നു, പിന്നെ ആവശ്യമുള്ളതെല്ലാം നൽകി അതാണ് ജീവിതം എന്ന് പഠിപ്പിക്കുന്നിടത്താണ് ഇതിൻ്റെ പ്രാഥമികമായ പ്രശ്നമുള്ളത്. ജസ്റ്റ് എ പോസ് എന്നൊരാശയം അവിടെയാണല്ലോ പ്രസക്തമാവുന്നത്. ജീവിതത്തിൽ എപ്പോഴും എക്സിക്യൂഷൻ എന്നത് മാത്രം, അല്ലെങ്കിൽ ആക്ഷൻ മാത്രമാവരുത്. ആക്ഷനുകൾക്കിടയിൽ ചില അർത്ഥപൂർണമായ മൗനങ്ങൾ ഉണ്ടാവണം. ആ മൗനങ്ങൾക്കിടയിൽ നമ്മൾ നമ്മുടെ നാളെക്കുറിച്ചുള്ള ചിന്തയിൽ ജീവിതത്തെ ഷേപ്പ് ചെയ്യണം. അങ്ങനെയുള്ള മൗനങ്ങൾ മാത്രമാവരുത്. ഒരാളിങ്ങനെ മൗനിയായിരിക്കുന്നു, നാളെക്കുറിച്ച് ആലോചിച്ചിരിക്കുന്ന ഒരാളെ കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. അതേസമയത്ത് നാളെക്കുറിച്ച് ആലോചിക്കുന്ന സമയങ്ങളും അതിനെ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ട ആക്ഷനുകൾക്കിടയിൽ ഒരു ബാലൻസിങ് നിർബന്ധമായി ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ പോസ് എന്നത് ജീവിതത്തിൻ്റെ റിയാലിറ്റിയെക്കുറിച്ചുള്ള അന്വേഷണം കൂടിയായിരിക്കും. അങ്ങനെ അന്വേഷിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ എന്തും ഫേസ് ചെയ്യാൻ പറ്റും. ജീവിതം എല്ലാം ഒറ്റയടിക്ക് ഒറ്റ ഫ്ലോയിൽ ഇങ്ങനെ സംഭവിച്ചു പോകുന്ന ഒരാൾ, അയാളിൽ പെട്ടെന്നൊരു ബ്രേക്ക് സംഭവിച്ചാൽ അയാൾ മാനസികമായി ഡൗൺ ആവുന്നു. അവിടെയാണ് സൂയിസൈഡിലേക്ക് ആളുകൾ പോകുന്നത്. ജീവിതം ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോവുകയാണ്. ഈ ഫ്ലോ തന്നെയാണ് ജീവിതം എന്ന് സ്വയം വിശ്വസിച്ച് ഒരു ഘട്ടത്തിൽ അതല്ലാതെ ഇരിക്കുമ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആവുകയും പെട്ടെന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ലൈഫ് അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. അതേസമയത്ത് ഏത് ഘട്ടത്തെയും ഒന്ന് അമർത്തിപ്പിടിച്ച് ആ ഘട്ടത്തിൽ ഒന്ന് ആലോചിച്ച് നെക്സ്റ്റ് സ്റ്റെപ്പ് തീരുമാനിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാവില്ല. വേ ഫോർവേഡ് എപ്പോഴും ഉണ്ടാവും. വേ ഫോർവേഡ് ഉണ്ടാവും എന്നും അത് ഞാൻ വിചാരിക്കുന്നതായിരിക്കില്ല എന്നതുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കണം. ഐൻസ്റ്റൈൻ്റെ ചരിത്രം പറയുന്നുണ്ട്. ഐൻസ്റ്റൈൻ സംസാരിക്കാൻ അത്ര പെട്ടെന്ന് ആളുകളോട് ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ആളായിരുന്നില്ല എന്നുള്ളതാണ് ചെറുപ്പത്തിൽ. അപ്പോൾ ടീച്ചേഴ്സ് പോലും അദ്ദേഹത്തെ ഒരു ടീച്ചിങ് ജോബിന് പ്രിഫർ ചെയ്തിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സംസാര ശൈലി അങ്ങനെയാണ്, സംസാരിക്കാൻ ശേഷിയില്ല. അദ്ദേഹത്തിന് ഒരു ക്ലർക്കായിട്ടാണ് ജോലി കിട്ടുന്നത്. പക്ഷേ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു ഓഫീസിൽ ക്ലർക്കായി ജോലി ചെയ്യുന്ന ആൾ എൻ്റെ ജീവിതം ഇനി ഇങ്ങനെയൊക്കെയാണ്, ഞാൻ അവിടെ നിർത്തി, എൻ്റെ ജോലിക്കനുസരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും എന്നാലോചിക്കുന്നതിന് പകരം, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോസിങ്ങിൻ്റെ ഇപ്പുറത്തെ എക്സ്ട്രീമെൻ്റാണ്. അപ്പുറത്തെ എക്സ്ട്രീമെൻറ്റിലേക്ക് പോയിട്ടില്ല. എൻ്റെ ജീവിതം ഞാൻ വിചാരിച്ച പോലെ ഒന്നായിട്ടില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവിടെയല്ല, അവിടെ ഉള്ള അവസരങ്ങളെ നന്നായി ഉപയോഗപ്പെടുത്തി അവിടെ നിന്നുകൊണ്ട് തന്നെ ആലോചിക്കുകയും അങ്ങനെ 1905 ഐൻസ്റ്റൈൻ്റെ രചനകളിൽ നിന്നാണ് പ്രധാനപ്പെട്ട 4 ആശയങ്ങൾ ഈ ലോകത്തേക്ക് വരുന്നത്. ബ്രൗണിയൻ മൂവ്മെൻറ്റ് പോലെ, അതേപോലെ പിന്നെ ഈ മാസ് എനർജി ഇക്വേഷൻ പോലെ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പോലെ ഒരുപാട് സംഗതികൾ ഐൻസ്റ്റൈൻ്റെ തൂലികയിലൂടെ ശാസ്ത്രലോകത്തേക്ക് വരികയാണ്. അപ്പോഴും ഐൻസ്റ്റൈൻ അംഗീകരിക്കപ്പെടുന്നില്ല. മാക്സ് പ്ലാങ്ക് അതിനെ പുറലോകത്തേക്ക് കൊണ്ടുവരുന്ന സമയത്താണ് ഐൻസ്റ്റൈൻ അംഗീകരിക്കപ്പെടുന്നത്. അപ്പോൾ അത് ഒരു ഹിസ്റ്ററിയാണ്. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റിനനുസരിച്ചുകൊണ്ട് ഞാൻ വിചാരിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റിലൂടെ തന്നെ മുന്നോട്ട് പോകുമ്പോഴാണ് ഞാൻ വിചാരിച്ച എൻഡ് റിസൾട്ടിലേക്ക് എത്തുക. അതുപോലുമില്ല. ചിലപ്പം വളരെ വളഞ്ഞ വഴിയിലൂടെ ആയിരിക്കും, പക്ഷേ എത്തിച്ചേരുന്നത് നമ്മൾ വിചാരിച്ചെടുത്തേക്ക് തന്നെ ആയിരിക്കും. അപ്പോഴും ലക്ഷ്യം മറക്കാതിരിക്കുക, ആ ലക്ഷ്യത്തിന് വേണ്ടി വീണ്ടും വീണ്ടും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക. ആ ഒരു ആലോചനയാണ് നമുക്കുണ്ടാവേണ്ടത്. അങ്ങനെ വരുമ്പോൾ ജീവിതത്തിൽ ഏത് ഘട്ടത്തിലും നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം ലഭിക്കും. നമ്മുടെ മുമ്പിൽ ഇനിയും വഴിയുണ്ട്, വഴികൾ അടഞ്ഞിട്ടില്ല. ലൈഫ് എന്താണ് എന്ന തിരിച്ചറിവാണ് ഏറ്റവും പ്രധാനം. ലൈഫിൽ നമുക്ക് ഉണ്ടാവേണ്ട ഒരു പോളിസി എപ്പോഴും ട്രൈ ഫോർ ദ ബെസ്റ്റ്. എപ്പോഴും ബെസ്റ്റിന് വേണ്ടി ട്രൈ ചെയ്യാം. ഇസ്ലാം പറയുന്ന ഒരു കാഴ്ചപ്പാടും അങ്ങനെ തന്നെയാണ്. ഇന്നസം അവൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നമുക്ക് എന്ത് ശേഷിയുണ്ടെങ്കിലും ആ ശേഷിയെ ഉപയോഗിക്കുക എന്നതാണ് നമ്മളിൽ ഏൽപ്പിക്കപ്പെടുന്ന ടാസ്ക്. അല്ലെങ്കിൽ വിൽ ബി ക്വസ്റ്റ്യൻഡ് എന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു നല്ല ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ വി ഹാവ് ടു യൂട്ടിലൈസ്, അത് നമ്മൾ ഉപയോഗിക്കണം. നമുക്ക് നന്നായി കേൾക്കാൻ പറ്റുമെങ്കിൽ, നമുക്ക് നന്നായി ചിന്തിക്കാൻ പറ്റുമെങ്കിൽ, നമുക്ക് നന്നായി സംസാരിക്കാൻ പറ്റുമെങ്കിൽ, നമുക്ക് നന്നായി വരയ്ക്കാൻ പറ്റുമെങ്കിൽ, എഴുതാൻ പറ്റുമെങ്കിൽ, സാഹിത്യോത്സവം മുഴുവനും ചെയ്യുന്നത് അതാണല്ലോ.
സാഹിത്യോത്സവിൽ കലാ ഐറ്റങ്ങൾ മാത്രമല്ല, സാഹിത്യ ഐറ്റങ്ങൾ മാത്രമല്ല, ഒരു മനുഷ്യൻ്റെ ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റിൽ എന്തൊക്കെ വേണം, AI പോയം മേക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾ, പ്രൊജക്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ സാഹിത്യോത്സവിലേക്ക് വരുന്നത് ഒരു ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി കൂടിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷേ സാറ്റിസ്ഫൈ വിത്ത് വാട്ട് യു ഗെറ്റ്. എന്താണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതിൽ സംതൃപ്തമാകുക. ഇങ്ങനെ ഒരാൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളെയും അതിജയിക്കാൻ കഴിയും. പക്ഷേ ഈ ടെക്നോളജി ചെയ്യുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് നമ്മുടെ ബ്രെയിനിനെ ട്യൂൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള മാർഗം ടെക്നോളജി ഒഴിവാക്കുക എന്നത് ഒരു സൊല്യൂഷനാണ്. അതേ സമയത്ത് പിന്നെ ടെക്നോളജി സമ്പൂർണ്ണമായും യൂട്ടിലൈസ് ചെയ്തിട്ട് ഇതിനെങ്ങനെ മറികടക്കാൻ പറ്റും എന്നത് വേറൊരു സൊല്യൂഷനാണ്. മൂന്നാമത്തെ ഒരു സൊല്യൂഷൻ ടെക്നോളജി ഉപയോഗിക്കുന്നതിൽ നമ്മളൊരു മിതത്വം പാലിക്കുക എന്നതാണ്. അതേസമയം അപ്പുറത്ത് നമ്മുടെ ശേഷിയെ വികസിപ്പിക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ്. ഇതിലിപ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു സൊല്യൂഷൻ മൂന്നാമത്തേതാണ്, ടെക്നോളജിയുടെ ഉപയോഗത്തെ കുറക്കുക. കാരണം പരിധിവിട്ട ഉപയോഗത്തിലേക്ക് പലപ്പോഴും നമ്മൾ പോകുന്നു. ഈവൻ പല രാഷ്ട്രങ്ങളും സോഷ്യൽ മീഡിയ ഉപയോഗത്തെ ബാൻ ചെയ്യുന്ന രൂപത്തിലേക്ക് വരെ കാര്യങ്ങൾ വരുന്നു. ടെക്നോളജിയെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നതിൽ ചില ചട്ടങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇതിനുപയോഗിക്കുന്നതിൽ നമുക്കൊരു പരിധി വേണം എന്നത് തന്നെയാണ്. ജെൻസി എന്ന് പറയുന്ന ഒരു വേർഡ് വല്ലാത്ത രീതിയിൽ ഭയങ്കര ഒരു നെഗറ്റീവ് ഇതിലേക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ മനുഷ്യരും, അതായത് ഇപ്പോൾ ഉള്ള പ്രായമായവരും ചെറുപ്പക്കാരും എല്ലാവരും സോഷ്യൽ മീഡിയ വളരെ ഒരുപാട് നേരം സ്ക്രീൻ ടൈം കൂടുതൽ ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു തോട്ട്. അത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം അൽഗോരിതങ്ങൾ നമ്മളുടെ ചിന്തയെയും പർച്ചേസിങ്ങിനെയും ഷോപ്പിങ്ങിനെയൊക്കെ സ്വാധീനിക്കുന്നു എന്നുള്ളൊരു ആശയമുണ്ട്. അത് നെഗറ്റീവ്. ഇപ്പം നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത വിഷയങ്ങളൊക്കെ തന്നെ, അതായത് പർച്ചേസിങ് ആയാലും ഇത്തരം വിഷയങ്ങൾ വളരെ കൂടുതലായി പുതിയ ജനറേഷനിൽ ഉണ്ടാകുന്നു. സമയം ഒരുപാട് കളയുന്നു. ഇപ്പോൾ ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇതിലൊക്കെ പറയുമ്പോൾ നമ്മളുടെ ഇപ്പോൾ ഒരു കണ്ടൻറ്റ് കാണുമ്പോൾ അതിൻ്റെ ഹുക്ക് ഫസ്റ്റ് 3 സെക്കൻഡിൽ ഹുക്ക് വർക്ക് ചെയ്യാമെന്ന് പറയും. അപ്പോൾ അത് 3 സെക്കൻഡ് മാത്രമേ ആളുകൾക്ക് ശ്രദ്ധിക്കാൻ ശേഷിയുള്ളൂ. ഇപ്പോൾ സ്നാപ്ചാറ്റ് പോലെ, ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇൻസ്റ്റൻറ്റ് പോലെയുള്ള സംവിധാനങ്ങൾ സെക്കൻഡുകൾ മാത്രമേ അതിന് ആയുസുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ കണ്ടൻറ്റുകളാണെങ്കിലും ഈ സെക്കൻഡുകൾ മാത്രം ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ മനുഷ്യൻ്റെ സമയം, അതിന് ശ്രദ്ധ ശേഷിയൊക്കെ കുറക്കുന്നുണ്ട്. അത് വളരെ നെഗറ്റീവായി തന്നെ അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് നമ്മളെങ്ങനെ ബാധിക്കുന്നു, നമ്മുടെ ചിന്താശേഷി എങ്ങനെ ബാധിക്കുന്നു? ഇൻസ്റ്റൻറ്റ് ഡോപ്പമിൻ ക്രിയേറ്റ് ചെയ്യാണ്. ഓരോ ഇൻസ്റ്റൻറ്റ് നമ്മുടെ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഒരു പ്ലോട്ട് എടുത്താൽ ശരിക്കും ഒരു അക്കോസ്റ്റിക് സിഗ്നലൊക്കെ പോലെ ഉണ്ടാവും. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി മാറി വരുന്നുണ്ടാവും. അത് ശരിക്കും നമ്മളിൽ നമ്മുടെ ചിന്തയിൽ തന്നെ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, നമ്മുടെ ചിന്താശേഷിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അറ്റൻഷൻ സ്പാൻ എത്രയാണ്? ഇപ്പോൾ 3 സെക്കൻഡ് എന്നൊക്കെ പറയുമ്പോൾ 3 സെക്കൻഡ് അറ്റൻഷൻ സ്പാനിൽ എന്ത് സംഭവിക്കും? അപ്പോൾ നമ്മളിപ്പോൾ കണ്ടൻറ്റ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു കണ്ടൻറ്റ് അതിൽ നമുക്കിഷ്ടമുള്ള എന്തോന്നാണ് ആദ്യത്തെ ഒരു 1 സെക്കൻഡിൽ വരുന്നതെങ്കിൽ നമ്മളതിനെ കുറച്ചുകൂടി കേൾക്കും. എന്നിട്ട് ഓക്കെ ഇൻട്രസ്റ്റഡ് അല്ല എങ്കിൽ 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. മാറുന്നത് എവിടെയാണ്? നമ്മുടെ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്ന ആ സൈക്കിളിൽ തന്നെ നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നു. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് പ്രൊഡക്ടിവിറ്റി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സമയം, നേരത്തെ പറഞ്ഞല്ലോ, സമയത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിയുള്ള ഒരാൾ, അയാൾ ചെയ്യേണ്ടത് അയാളുടെ ആഗ്രഹങ്ങളെ ചില സമയത്ത് സപ്രസ് ചെയ്യണം. താൽക്കാലിക താല്പര്യങ്ങളെ സപ്രസ് ചെയ്യണം. ലോങ് ടേം താല്പര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കണം. അതിലേറ്റവും വലിയൊരു ലോങ് ടേം എന്ന് പറയുന്നത് മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെ. അപ്പോൾ ഈ പറയപ്പെട്ട നമ്മുടെ സമയം കൂടുതൽ പോകുന്നത് ഏതിൽ എന്ന് നമ്മൾ നന്നായി ആലോചിക്കേണ്ടതുണ്ട്. ഇത് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ പോലും സോഷ്യൽ മീഡിയയിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ കേട്ടു പോകുമ്പോൾ ജസ്റ്റ് എ പോസ്, ഒന്നിരുന്ന് ആലോചിക്കണം. വാട്ട് ഐ എം ഡൂയിങ് നൗ, ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്? ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ പറഞ്ഞ ആശയത്തിനെതിരല്ലേ? അങ്ങനെയാണെങ്കിൽ ഫോണൊന്ന് മാറ്റിവെച്ച് സ്വസ്ഥമായിരുന്ന് ആലോചിക്കാൻ നമുക്ക് സമയം ഉണ്ടാവണം. അങ്ങനെയാകുമ്പോൾ നമ്മളെ ജീവിതത്തിൽ കൂടുതൽ സമയം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും.
അതേസമയത്ത് കിട്ടുന്ന ഇൻഫർമേഷനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു റീലിൽ കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ എത്രത്തോളം മൈൻഡിനെ സ്ട്രൈക്ക് ചെയ്യും. കാരണം നമ്മൾ ആ സംഭവം കേട്ട ഉടനെ അടുത്തതിലേക്ക് പോവാണ്. അടുത്തതിലേക്ക് പോകലോടുകൂടെ അത് പതിയുന്നതിൻ്റെ മുമ്പ് നമ്മൾ പുതിയൊരു ചിത്രം വരച്ചു കഴിഞ്ഞു. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് എല്ലാം സാധ്യമാവുക എന്ന് വിചാരിക്കുന്നിടത്തും വലിയ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ നമ്മളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ സമയത്തെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തേ മതിയാവും. സമയമാണ് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. സമയത്തെക്കുറിച്ച് അശ്രദ്ധവാനാകുക എന്നതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നത്. കൂടുതൽ ആളുകളും അശ്രദ്ധമായ ഒരു സംഗതി അത് ആരോഗ്യം, ഒഴിവ് സമയം എന്നതാണ്. ഈ ഒഴിവ് സമയം എന്നത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? സമയം തന്നെയാണ്. എല്ലാ സമയവും നമ്മെ സംബന്ധിച്ചിടത്തോളം അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു ഡെയിലി പ്ലാൻ ഉണ്ടാവും നമ്മളെ ജീവിതത്തിൽ. ഇപ്പോൾ ഒഴിവ് സമയം കിട്ടുമ്പോൾ നമ്മൾ ഫോൺ എടുക്കും. കിട്ടുന്ന ഒഴിവ് സമയത്തെ പിന്നെ നമ്മളെങ്ങനെയാണ് നമ്മുടെ സമയം പോകുന്നതും തീരുമാനിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ പോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിലുള്ള ആളുകൾ കൂലങ്കഷമായി ആലോചിക്കുന്നത് എന്താണ്? നിങ്ങൾ ആലോചിക്കുന്നത് എന്തായിരിക്കും? എങ്ങനെ ഇവരുടെ അറ്റൻഷൻ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ മാർക്കറ്റിംഗ് ലോകം നമ്മുടെ അറ്റൻഷനെ കൊണ്ടുപോവുകയും നമ്മുടെ ഭാവി അവർ കൊണ്ടുപോവുകയും ചെയ്യുന്നു. അവിടെ നമ്മളെക്കുറിച്ച് നമ്മളാണ് ആലോചിക്കേണ്ടത്. എന്നെക്കുറിച്ച് എനിക്ക് ആലോചന ഉണ്ടാവണം. എൻ്റെ സമയത്തെക്കുറിച്ച് എനിക്ക് ആലോചന ഉണ്ടാവണം. ഞാൻ എവിടെയൊക്കെ സ്പെൻഡ് ചെയ്യുന്നു. എനിക്ക് എൻ്റെ മാതാപിതാക്കളുടെ കൂടെ, എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ അതിനേക്കാൾ വലിയ സന്തോഷമില്ലല്ലോ. നമ്മളിപ്പോൾ ഡിജിറ്റലിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ഡിജിറ്റൽ ഫ്രണ്ട്സാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ എല്ലാം ഓൺലൈനിലുള്ള ഫ്രണ്ട്സിന് വേണ്ടി തേടിപ്പോകുന്ന ആളുകളാണ്. കാരണം എന്താ? അതൊരു കാൽപ്പനിക ലോകമാണ്. അവിടെ നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെയാണെന്നാണ്. കൊറിയയിലുള്ള മനുഷ്യരെ മനസ്സിലാക്കിയിട്ട് കുറേ ഇൻസിഡൻറ്റുകൾ ഇപ്പോൾ നടന്നല്ലോ. അപ്പോൾ അവിടെ നടക്കുന്നത് എന്തൊക്കെയോ സംഭവമാണെന്ന് വിചാരിച്ചിട്ട് ഇവിടുന്ന് കൊറിയയ്ക്ക് പോവാണ്, ജപ്പാനിലേക്ക് പോവാണ്. കാരണം ഇവിടെ ഉള്ളതിനെക്കുറിച്ച് അവർക്കറിയില്ല. ഇവിടെ നമ്മൾ കുറേ കാലം നന്നായി ജീവിച്ചിരുന്നു, കുടുംബത്തോടൊപ്പം ജീവിച്ചിരുന്നു, എല്ലാം പരസ്പരം ഷെയർ ചെയ്തിരുന്നു, ഒന്നിച്ചിരുന്ന് സംസാരിച്ചിരുന്നു. ഇവിടെ നമുക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള ശാന്തത ഉണ്ടായിരുന്നു. ഈ ശാന്തത ഇവിടെ ഉണ്ടായിരിക്കെ നമ്മൾ അതിനെ തേടി മറ്റൊരിടത്തേക്ക് പോകുന്നതിന് പകരം നമ്മുടെ സമയം നമുക്ക് ഇവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ തീർച്ചയാണ് ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നതിലൂടെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ലോകത്തോടൊപ്പം സഞ്ചരിക്കാൻ നമ്മളിൽ എന്തൊക്കെ വേണം, എന്തൊക്കെ മാറ്റങ്ങൾ വേണം, ഞാനിങ്ങനെയൊക്കെ മുന്നോട്ട് പോകണം, ഇതിനെക്കുറിച്ച് നന്നായി ആലോചിച്ച് ഭാവിയെ രൂപപ്പെടുത്തിയാൽ ജീവിതം കുറേ കൂടി മെച്ചപ്പെട്ട രൂപത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അർത്ഥമുള്ള ജീവിതം നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ, ലോകത്തിന് മുമ്പിൽ കാഴ്ചവെക്കാനും കഴിയും.